നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ ആണ്. കാരണം ഏപ്രിൽ 21 NDA 1 പരീക്ഷയാണ്. പല കുട്ടികളിലെ ആദ്യത്തെ ഒരു സംശയം തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. പല കുട്ടികളും വിചാരിക്കുന്നത് NDA 1 എഴുതുന്നവർക്ക് മാത്രമേ NDA 2 അല്ലടേ, 2 ചാൻസസ് ആണ്. 2 ചാൻസ് നിങ്ങൾ തരുക. ഒരു ചാൻസാണ് NDA 1. NDA 1 എഴുതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് NDA 2 എഴുതി നോക്കാം, അതിരുന്ന് വിജയിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ എഴുതി നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാവും, രീതികൾ മനസ്സിലാവും, ക്ലിക്കാവുന്നല്ല ആ രീതികളോട് നമ്മൾ പൊരുത്തപ്പെടും. ഏകദേശം ഇതേ പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. ക്വസ്റ്റ്യൻ പാറ്റേണും ഭയങ്കര ഭീകരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ +1 പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ +2 പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആൻസർ എഴുതി നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം നമ്മൾ ആ പറഞ്ഞില്ലേ, കൃത്യമായി ആ ലോക്കിൽ വീഴും, നമ്മൾ ലോക്ക് അടിക്കും. അത് ഉറപ്പായിട്ട് 100% നടക്കും. പക്ഷേ നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യണം. 100% നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ക്രാക്ക്. ഞാനിപ്പോൾ 16 ദിവസത്തെ ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. NDA എന്ന് പറയുമ്പോൾ നമ്മൾ നീറ്റും ഗെയിമും പോലെ എല്ലാവരും നിസ്സാരമായിട്ട് എടുക്കത്തില്ല. പക്ഷേ ഞാൻ ഇത് കാര്യമായിട്ട് എടുക്കുന്നത്. കാരണം ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഗുണഗണങ്ങൾ അതുപോലാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എയർഫോഴ്സ്, നേവി, ആർമി ഇഷ്ടപ്പെടുന്നവർ ഇന്ന് ലക്ഷക്കണക്കിന് പേരാണ്. അന്നേരം ഞാൻ കാര്യത്തിലായിട്ട് കിടക്കാം. 16 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ. അതിനകത്ത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് 24 മണിക്കൂറിൽ ഞാൻ 12 മണിക്കൂർ വെച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം 12 മണിക്കൂർ ഒരു പരീക്ഷ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ പോലും 10 മണിക്കൂർ വെച്ച് പഠിച്ചാൽ 16 × 10 എന്ന് പറയുന്നത് 160 മണിക്കൂറാണ്. ഈ 160 മണിക്കൂറിന് ഞാൻ പല സബ്ജക്റ്റുകൾക്ക് തിരിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് നിങ്ങൾ 40 മണിക്കൂർ മാത്സിന് വേണ്ടി എടുക്കുക. മാത്സ് റെഡി ആയാൽ, കാരണം ഇതിനകത്ത് ഏറ്റവും ഇപ്പം GK ഇംഗ്ലീഷോ അതൊക്കെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഒരു ടഫായിട്ട് ഒരിക്കലും ചോദിക്കില്ല. അതിനകത്ത് നിങ്ങൾ 100% ഉറപ്പിച്ചോ. NDA എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, മാത്സ് കിടുകനാണെങ്കിൽ നിങ്ങൾ NDA ക്രാക്ക് ചെയ്തെന്ന് ഉറപ്പിച്ചോണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്സാണ് തെറ്റിക്കുന്നത്. അന്നേരം മാത്സിൻ്റെ ബേസിക് നിങ്ങൾ കൺസെപ്റ്റ്, അത് ഞാൻ എപ്പോഴും വീഡിയോയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഇതെന്തിനാ, ബേസിക് കൺസെപ്റ്റും കുറച്ച് ക്ലിയർ ആയിട്ട് പഠിച്ച് അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ NDA ക്രാക്ക് ചെയ്യുക. അത് നിങ്ങൾ മിനിമം 40 മണിക്കൂർ, അത് 50 മണിക്കൂറായാലും കുഴപ്പമില്ല. അന്നേരം ഒരു ദിവസം 10 എന്നുള്ളത് 12 മണിക്കൂറായി 192 മണിക്കൂർ കിട്ടും. 50 മണിക്കൂറൊക്കെ മാത്സ് പഠിക്കാം. മാത്സിന് കൂടുതൽ സമയം എടുക്കുക. 20 മണിക്കൂർ ഫിസിക്സ്, 20 മണിക്കൂർ കെമിസ്ട്രി, 20 മണിക്കൂർ ഇംഗ്ലീഷ്, അതൊക്കെ ധാരാളം മതി. 60 മണിക്കൂർ ബാക്കിയുള്ളതെല്ലാം വലിയ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 10 വിരലുണ്ടെങ്കിൽ 10 വിരലിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഒരു വിരൽ എന്തെങ്കിലും ഒരു പരിക്കേൽക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? കാരണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ മോസ്റ്റ് നമ്മളിപ്പോൾ ഈ കൈ ഇത്രയും 10 വിരലിൽ ഏറ്റവും കൂടുതൽ 4-5 വിരലുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും രണ്ട് കയ്യിൽ. അതുപോലെ തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. GKയ്ക്കും അതിന് യാതൊരായിട്ടുള്ള പൊളിറ്റിക്സ്, ജോഗ്രഫി, ഇതെല്ലാം ടഫായിട്ട് എല്ലാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും. അതിന് നിങ്ങളൊരു 60 മണിക്കൂർ അതിനെല്ലാം വേണ്ടി ചെലവഴിച്ചു. 60 മണിക്കൂർ ചെലവഴിച്ചു. അന്നേരം നിങ്ങൾ ആലോചിക്കുക, ഏപ്രിൽ 21 പഠിച്ചു കഴിഞ്ഞാൽ NDA 2, ഞാൻ പറഞ്ഞ NDA 2 കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇതിപ്പോൾ ഏപ്രിലാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇപ്പം നമ്മുടെയൊക്കെ രീതിയിൽ എൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ബാച്ച് NDA 1 ചെയ്തിരുന്നിട്ടുണ്ട്. NDA 2 ഉണ്ട്. NDA 2 ഒരുപാട് പേര് തന്നിട്ടുണ്ട്. എന്തറിയോ, ഒരു ദിവസം 2 മണിക്കൂർ പഠിച്ചാൽ മതി. ഇതേപോലെ നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിച്ചാൽ ഈ മാത്സ് ഒക്കെ 100 മണിക്കൂറെങ്കിലും കിട്ടും. മിനിമം ഒരു 100 മണിക്കൂർ മാത്സ് എല്ലാം പഠിച്ച് ക്രാക്ക് ചെയ്യാമെന്നല്ല, നമ്മൾ മനസ്സ് വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതെന്നറിയോ, നമ്മൾ പഠിക്കുന്ന പോലല്ലേ കേട്ടോ. നമ്മൾ ഇനി എത്ര അബ്ദുൽ കലാം വന്ന് പഠിപ്പിച്ചാലും നമുക്ക് നമ്മൾ പഠിക്കാതെ പറ്റത്തില്ല. ചിലർ പറയും, എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്വപ്നങ്ങളും നേടുകയും വേണം. അബ്ദുൽ കലാം പറഞ്ഞേക്കുന്നത് തന്നെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടണമെന്ന് തന്നെയാണ്. ഹാർഡ് വർക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം സ്വപ്നങ്ങൾ നേടുകയും വേണം, കഷ്ടപ്പെടാൻ വയ്യ എന്നുള്ള. ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് നിങ്ങൾക്ക് എല്ലാം നേടിത്തരും ജീവിതത്തിൽ. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് കഷ്ടപ്പെടണം നിങ്ങൾ നോക്കുക. 16 ദിവസം കൊണ്ട് 10 മണിക്കൂർ പഠിച്ചാൽ 160 മണിക്കൂറാണ്. 16 ദിവസം 12 മണിക്കൂർ 192 ഉണ്ടാവും. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ലാസ്റ്റ് ദിവസമൊക്കെ നിങ്ങൾക്ക് 14 മണിക്കൂറൊക്കെ പഠിക്കാം. പോട്ടെ, 12 മണിക്കൂർ പഠിക്കുന്ന 192 മണിക്കൂർ എടുത്താൽ പോലും ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾ NDA 1 എഴുതുക. +1 കുട്ടികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. +1 കുട്ടികൾക്കാണെങ്കിൽ ലോട്ടറിയാണ്. 14 മുതൽ 19 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാമെങ്കിൽ മാക്സിമം ഇതിനകത്ത് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ക്ലിക്കാവും. ഇനി NDA 1 എഴുതി
അതിൻ്റെ കൃത്യം പാറ്റേൺ പിടി കിട്ടിയാൽ പോലും നിങ്ങൾ അതിനകത്ത് ക്രാക്ക് ചെയ്യുന്നവർ ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ NDA 12 ഷുവർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. കാരണം കൃത്യം മോഡലോടുകൂടി കൃത്യം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 100%. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട, ഓരോ ചാപ്റ്റർ എടുത്ത് ഓരോന്നും പഠിച്ച് തീർക്കണം. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ്, അല്ല ചുമ്മാ ഒരു ലിങ്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് മറ്റു ചാപ്റ്റർ അങ്ങനെ ക്വസ്റ്റ്യൻ അല്ല. അവർ ആ ഒരു ഓർഡറിൽ കിട്ടണം, നമ്മുടെ മനസ്സിൽ ആ ഓർഡറിൽ വരണം. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാം അങ്ങനെ വരണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബേസും കൺസെപ്റ്റും വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. സിമ്പിളാണ്, എന്നാൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടത്തിന് വേണ്ടിയല്ലേ, നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇച്ചിരി കഷ്ടപ്പെടണം. അതായത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെവർ വർക്ക് യു അപ്പ്.